വല്ലവരുടെയും കുഞ്ഞിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. സ്വന്തം മോനെ പറ്റി ആലോചിച്ചാ മതി. പ്രതാപൻ സാറിനെ പിണക്കാൻ പറ്റില്ല. പിണക്കിയ അയാൾ വലിയ പ്രശ്നക്കാരനാ. ആ കൊച്ചിന്റെ അമ്മയും അച്ഛനും ഒക്കെ ദൈവാധീനമുള്ള കൂട്ടത്തിലെ രമണി. അതിപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മ വെറുതെ പഴംപുരാണം പറഞ്ഞു നിൽക്കാതെ അയാള് പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക്. ഏതു നേരം ആ കുഞ്ഞിന്റെ അടുത്ത് തന്നെയുണ്ട് ആ കൊച്ച് ലേഖമോള്. അവരുടെ കണ്ണ് തെറ്റുന്ന സമയം വരും. ആ സമയത്ത് അമ്മ പ്രതാപൻ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞാ മതി. എന്നാലും രാവിലെ അമ്മ ചെയ്ത പണി ഇത്തിരി കൂടിപ്പോയി. എന്താടീന്നോ? കരിയിലെ തൂത്തു കൂട്ടിയിട്ട് അതിനകത്ത് എന്താ കൊണ്ടുവന്നിട്ടത്? ഇന്നലെ അയാള് തന്ന ഓണക്കോടിയോ? അതെന്റെ ഓണക്കൊടിയല്ലേ. നിന്റെ ഒന്നും ഞാൻ കത്തിച്ചു കളഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അത് വേണ്ട. പിന്നെ ഒരു ഗതിയും പരഗതിയില്ലാത്തത് കൊണ്ടാ നീയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. കാശിന് കാശ് തന്നെ വേണോ അമ്മേ? കണ്ണി കണ്ട പലിശക്കാർ അമ്മയുടെ മോനെ തല്ലിക്കൊല്ലുന്നതിലും നല്ലതല്ലേ കടങ്ങളൊക്കെ വീട്ടി സുഖമായിട്ട് ജീവിക്കുന്നേ? ആണ്. ഇതൊക്കെ ചെയ്തിട്ടേ സുഖമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞ കൊള്ളാം. പ്രസവിച്ച അമ്മയ്ക്ക് അവരുടെ സ്വന്തമാണല്ലോ എന്ന് ചിന്തയുള്ളതുകൊണ്ട് അവർ കുറച്ചേരം അകന്നു നിന്നാലും ലേഖയെ പോലെ പേടിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ലേഖയുടെ കാര്യം അതല്ല. അവളുടെ അരികിൽ നിന്ന് കുഞ്ഞു കുറച്ചു സമയം മാറുമ്പോ അവക്കതിനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആശങ്കയാ. എന്നെ മഹിയെയും നിനക്ക് ലേഖയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ കുഞ്ഞിനെ കണ്ടപ്പോ അവളുടെ സന്തോഷ പ്രകടനം കണ്ടില്ലായിരുന്നോ? അതിന്റെ ഇരട്ടി ദുഃഖമായിരിക്കും കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴുള്ള അവളുടെ അവസ്ഥ. ആ നേരത്ത് നീ വേണം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. എടാ, ഇങ്ങനൊരു സാഹചര്യത്തില് നിനക്കറിയാലോ, ഒരു ഭാര്യയോട് എന്ത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. എടാ, കുഞ്ഞിന് കുഞ്ഞു തന്നെ വേണം. നീയും ഇപ്പൊ അവളെ പോലെ തന്നെ ചിന്തിക്കുന്നുവെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴേ ഞങ്ങള് മോളെ ഇവിടെ തന്നിട്ട് പോവാണേ. വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയല്ലേ മഹി വരുന്നത്? ആ, ഓണം വരെ അങ്ങനെ തന്നെയാ. ആ, പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഇടയ്ക്ക് കുഞ്ഞിനെ കാണണമെന്ന് ഞങ്ങൾക്കും തോന്നും. അപ്പോ ഞങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതിന് തെറ്റൊന്നുമില്ല. അത് കണ്ണേട്ടനൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ സമയത്ത് മോളെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നോളാം. ആ, എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാം. ഇത്തവണത്തെ ഓണം നമുക്ക് പൊളിക്കണം കണ്ണ. ഇനി ആഘോഷമൊന്നും വേണ്ടടാ. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ കൂട്ടിയൊരു സദ്യ അത് മതി. തോമസ് സാറിനെ ഇത്തവണ ഇങ്ങോട്ട് വിളിച്ചാലോ? ആ, സാർ ഇങ്ങോട്ട് വരുന്ന തോന്നില്ല. സാറിന് ഇവിടെ കിടന്ന് ചികിത്സിക്കുന്ന ഒരുപാട് പേരുള്ളതല്ലേ. അതുകൊണ്ട് അവരുമായിട്ട് ഓണം കൂടാനായിരിക്കും സാറിന് താല്പര്യം. ആ, എങ്കിലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആ, അപ്പോഴേ ലേഖേ, ജാനമ്മ വരുമ്പോ അവരവരുടെ ജോലി ചെയ്തോട്ടെ. അതൊന്നും നീ ഏറ്റെടുക്കാൻ നിൽക്കണ്ട. കുഞ്ഞിനെ നോക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ അവര് തന്നെ ആയിക്കോട്ടെ. അതിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുഞ്ഞിനുള്ള പാലൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. അല്ലെങ്കിൽ അളവ് തെറ്റിപ്പോവും. ശരി. ആ, എന്നാ പോവാം. നീ ഇങ്ങനെ കുഞ്ഞിന്റെ മേൽ അധികാരം എടുക്കുന്നതല്ലേ കണ്ണന് നല്ല ആശങ്കയുണ്ട് കേട്ടോ. അതിന് ഞാൻ അധികാരമൊന്നും എടുക്കുന്നില്ലല്ലോ. കുഞ്ഞിനെ വിട്ടുപിരിയാൻ ഒരു വിഷമമുണ്ട്. ആ സങ്കടം മറച്ചു വെക്കാനാവില്ലല്ലോ അനന്തോട്ടാ. നമുക്ക് ആ ജാനമ്മയുടെ മോൻ കിടക്കുന്ന ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം.
കഴിയുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. ഇൻഷുറൻസ് ഒന്നും കാണില്ല. ഹോസ്പിറ്റലിലേക്ക് വലിയ ബില്ലാണെങ്കിൽ അത് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു ആശ്വാസമായിരിക്കും. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു കണ്ണേട്ടാ. ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹായം വേണം. എന്നാ പിന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് നമുക്ക് ഫിനാൻസിയേഴ്സിലേക്ക് പോവാം. കുറെ നാൾ കൂടിയല്ലേ താൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകുന്നത് നല്ലൊരു തുടക്കമായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജാനമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി. ശരി കണ്ണേട്ടാ. ലേഖയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവരൊരു നല്ല സ്ത്രീയാണ്. ഇനി അങ്ങോട്ട് കുറച്ചു നാള് അവര് കുഞ്ഞിനെ നോക്കട്ടെ. ഓണം കഴിഞ്ഞ് മോളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും കുഞ്ഞിനെ നോക്കാനും മറ്റു സഹായത്തിനും ഒക്കെ നമുക്ക് ജാനമ്മയെ തന്നെ വിളിക്കാം. ശരി. ആഹാ, അല്ല എന്റെ ജോലി മോള് ചെയ്യുവാണോ? കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഒക്കെ ഇനി ഞാനാ മോളെ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം ജാനമ്മേ. ജാനമ്മ ഇവിടെ കൂട്ടായിട്ട് നിന്നാ മതി. കുഞ്ഞിനെ ഒരുക്കിയിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ പോവാൻ. ചുരുക്കി പറഞ്ഞ എനിക്കിവിടെ ജോലിയൊന്നുമില്ലല്ലേ. ഞാനേ കുഞ്ഞിന്റെ അമ്മയെ നോക്കാനാ വന്നത്. അപ്പൊ കുഞ്ഞിന്റെ അമ്മ ജോലിക്ക് പോയി. ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ വലിയ ജോലിയൊന്നും ഇല്ലാന്ന്. ആ, എന്നാ പിന്നെ ഞാൻ കുഞ്ഞിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കുഞ്ഞിന് പാൽപ്പൊടിയാണല്ലോ. ഓ, അമ്മയുടെ സുന്ദരി കുട്ടിയല്ലേ. ഓ, അമ്മയുടെ തങ്ക കുട്ടിയല്ലേ. ചാച്ചു ഉറങ്ങാണോ? ഓ, ഉറങ്ങട്ടോ. അമ്മ മോളസിനെ ഒരുക്കി സുന്ദരിയാക്കാട്ടോ. അയ്യോ, സാറാണല്ലോ വിളിക്കുന്നത്. അയ്യോ, എനിക്കാണെങ്കിൽ നെഞ്ചിടിച്ചിട്ട് വയ്യ. അയ്യോ. ഹലോ സാറേ. എന്തായി? അത് പിന്നെ ഇവിടുത്തെ കൊച്ച് കുഞ്ഞിനെ കുളിപ്പിച്ചോണ്ടിരിക്കുക. മോളുടെ തന്തയും തള്ളയും രാവിലെ തന്നെ ഓഫീസിലോട്ട് പോയി. ഓ, അപ്പൊ അവിടുത്തെ ഗ്രഹനാഥനോ? ആ സാറ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ടേ പുറത്തോട്ട് പോയിരിക്കുക. അപ്പൊ ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഞാൻ വിട്ട ആള് പുറത്തു തന്നെയുണ്ട്. എല്ലാവരുടെയും കണ്ണു തെറ്റുന്ന സമയത്ത് എനിക്കൊരു സിഗ്നൽ തന്നാ മതി. തൊട്ടടുത്ത സമയം തന്നെ അവൻ അവിടെ എത്തും. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. സാറേ, എനിക്ക് പേടിയാവോ? നിങ്ങൾ പേടിക്കട്ടെ ജാനമ്മേ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ജാനമ്മയ്ക്ക് മോനും ഒന്നും ഇൻഷുറൻസ് ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല സാറേ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുടുംബം വിറ്റാൽ പോലും ആശുപത്രിയിലെ ബില്ല് കെട്ടാൻ പറ്റില്ല എന്ന്. അതിനൊക്കെ പണം വേണ്ടേ? അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച 1 ലക്ഷം കയ്യിലിരിക്കുക. അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു ചെറിയ കാര്യം മാത്രം ജാനമ്മ ചെയ്തു തന്നാ മതി. ശരി സാറേ, ഞാൻ നോക്കിക്കോളാം. നെഞ്ചിടിപ്പാണ് പേടിയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ കുട്ടിക്ക് എന്നെ തേക്കരുത്. അയ്യോ, എന്റെ പൊന്നു സാറേ, കഴിഞ്ഞ ദിവസം ഞാൻ സാറ് പറഞ്ഞതുപോലൊക്കെ ചെയ്തതാ. ഓ, ഒന്ന് ചുമ്മാ ഇരിക്കും ജാനമ്മേ. സത്യമാ സാറേ. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കി നോക്കി അവരെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും. അല്ലാതെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് മടിയില്ലാത്തവരാ അങ്ങോട്ട് വരുന്നേ. അവർക്ക് വേണ്ട അവസരം മാത്രം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി.
എന്റെ ഗുരുവായൂരപ്പ, അതൊരു ദൈവത്വമുള്ള കുഞ്ഞ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും സംഭവിക്കാതിരുന്നത്. അയ്യോ ഈശ്വര, ഇനി എന്തൊക്കെ നടക്കുമെന്തോ, എന്നോട് പൊറുക്കണേ. എന്നാ ആ കാലം പറയുന്ന കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. ഓ, അതൊരു ബാധ്യതയായിപ്പോയി. എന്റെ ഗുരുവായൂരപ്പ, എന്നോട് പൊറുക്കണേ. മോള് ചാച്ചിക്കോട്ടോ. അമ്മേ പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ കേട്ടോ. സുന്ദരി കുട്ടിയായിട്ട് ഉറങ്ങിക്കോളണേ. ഓ നല്ല മോള്. ജാനമ്മേ, മോളെ ഒന്ന് നോക്കിക്കോളണേ. ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. പാലൊക്കെ കുടിച്ചോണ്ട് നല്ല ഉറക്കത്തിലാ. ഹലോ ഹലോ, കുഞ്ഞിനെ ഹാളിൽ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എങ്ങോട്ട് പോരെ? എന്റെ മോൾ
ഇപ്പൊ ഭഗവാനെ ഈശ്വര എനിക്ക് ഭഗവാനെ ഈശ്വര എനിക്ക് അയ്യോ ആ കുഞ്ഞിന്റെ അമ്മയാണല്ലോ. അയ്യോ ആ കൊച്ചിനോട് ഞാൻ ഇനി എന്നാ പറയും? ഹലോ ജാനമ്മ, ഇത് ഞാനാ, മഹാലക്ഷ്മി. ആ പറ മോളെ. കുഞ്ഞു മിടിക്കായിരിക്കുന്നോ? ആ ആണോ? ഞാൻ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാ. ഞങ്ങള് ഫിനാൻസിലേക്ക് പോകുന്ന വഴി ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയായിരുന്നു. ജാനമ്മയുടെ മോൻ കിടക്കുന്ന ഹോസ്പിറ്റലില്. എന്നിട്ട് പിന്നെ ഇതുവരെയുള്ള എല്ലാ ബില്ലും ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഞാനും കണ്ണേട്ടനും കൂടെ ഡോക്ടറെ കണ്ടപ്പോ അപകടനില തരണം ചെയ്തു എന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മരുമോളെ കണ്ടായിരുന്നു കേട്ടോ. മരുമോളുടെ കയ്യില് കുറച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ചെലവിനെ കുറിച്ച് ഓർത്ത് ജാനമ്മ വിഷമിക്കണ്ട, അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ജാനമ്മയ്ക്ക് ഇന്ന് നേരത്തെ പോണെങ്കിൽ പൊക്കോളൂ, അതും കൂടെ പറയാനാ ഞാൻ വിളിച്ചത്. സാരമില്ല മോളെ, ഞാനേ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ജാനമ്മ ഇനി എന്തിനാ സങ്കടപ്പെടുന്നേ? മോന് ഒരു അബദ്ധം വരില്ല. ശരി മോളെ. ശരി, ഫിനാൻസിയസിൽ എത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ മോള് നല്ല ഉറക്കായിരിക്കും അല്ലേ? ഉറങ്ങിക്കോട്ടെ. വെക്കട്ടെ ജാനമ്മേ. ഈശ്വര, മോളോടും ഭർത്താവിനോടുമാണല്ലോ ഞാൻ ഈ ചതി ചെയ്തത്. ഈ ദേവരാജന്റെ കാലിലായിരുന്നില്ല, എന്റെ കാലിലായിരുന്നു പാമ്പ് വന്നിട്ട്. ആ ദുഷ്ടൻ ആ കുഞ്ഞിനെ ഇങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയത്തില്ലല്ലോ. ഞാനതിന്റെ അച്ഛനോടും അമ്മയോടും എന്നാ സമാധാനം പറയും? എനിക്കറിയത്തില്ലേ. അയ്യോ